പിന്നോട്ട് സഞ്ചരിക്കുന്ന ക്ലോക്ക്, ഡൂംസ് ഡേ ക്ലോക്ക്. നമുക്കറിയാം ഈ ഡൂംസ് ഡേ ക്ലോക്കിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. 2026 ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 85 മിനിറ്റ് പിന്നോട്ട് എന്ന രീതിയിലേക്കാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഓരോ വർഷവും ഡൂംസ് ഡേ ക്ലോക്കിന്റെ പ്രാധാന്യം, എത്രത്തോളം സവിശേഷതകളുണ്ട് എന്നുള്ളത് ഗ്രാഫിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറാനിൽ ഡൂംസ് ഡേ ക്ലോക്ക് അവർ അണുവിട മാറാതെ അവർ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകും. അമേരിക്ക തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി, അതായത് തുടർച്ചയായിട്ടല്ല, ഇടക്കാലത്ത് 4 കൊല്ലം അദ്ദേഹത്തിന് ഭരണനഷ്ടമായിരുന്നു. അന്ന് ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ്. പിന്നീട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി. അദ്ദേഹം പറഞ്ഞത് താൻ രണ്ടാമതൊരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് ആയില്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ ഈ ഭൂപടത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അത്രയും സർവസജ്ജമാണ് ഇറാൻ. ഇറാനുമായി ഒരു രീതിയിലും കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്നായി മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ഒരു കാരണവുമില്ലാതെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് താൻ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള വാദഗതികൾ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സൂക്ഷിക്കണമെന്ന് മൊജ്തബ ഖമീനി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂതികൾ ഇസ്രയേലിനെ വട്ടം വെച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങളെ കൃത്യമായി അതിനെ നേരിടാൻ ഹൂതികൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇസ്രയേലിനെ ചാരമാക്കാൻ അധികം സമയം വേണ്ടി വരില്ല എന്ന് മൊജ്തബ ഖമീനി വീണ്ടും വീണ്ടും എന്തുകൊണ്ട് പറയുന്നു? അതിനിടയിൽ ഖമീനി സൂചിപ്പിച്ച ഒരു വാക്ക് തന്നെയാണ് ഡൂംസ് ഡേ ക്ലോക്ക് ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന പ്രസ്താവന. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യമാണ്. ഡൂംസ് ഡേ ക്ലോക്കിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ പറയാനുണ്ട്, ഏറെ ചർച്ച ചെയ്യാനുണ്ട്. 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വ്യത്യാസത്തിൽ പിറകോട്ട്, അതായത് സ്റ്റാൻഡേർഡ് ടൈം മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അർദ്ധരാത്രി എന്ന് പറയുന്നത് 12 മണിയാണ്. 12 മണി എന്ന് പറഞ്ഞാൽ രാവാണോ പകലാണോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തിൻ്റെ തുടക്കം മറ്റൊരു ദിവസത്തിൻ്റെ പര്യവസാനം 11:59 കഴിയുമ്പോൾ, അതായത് 23:59 കഴിയുമ്പോൾ ആ ദിവസത്തിൻ്റെ പര്യവസാനത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഡൂംസ് ഡേ ക്ലോക്കിൻ്റെ പ്രാധാന്യം. സാധ്യതയുള്ള വിസ്ഫോടനകരമായിട്ടുള്ള സാധ്യതയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ടെൻഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ, ഒരു സീസ്ഫയർ വയലേഷൻ നടക്കുമ്പോൾ, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഡൂംസ് ഡേ ക്ലോക്കിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ജനങ്ങൾ ഓർക്കും. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും ഒരു കാരണവശാലും GCC രാജ്യങ്ങളിൽ സൗദിയുടെയും അതുപോലെ ഖത്തറിൻ്റെയും കപ്പലുകളെ പോലും ഇറാൻ കടത്തിവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഈ ക്ലോക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. അമേരിക്ക കാത്തിരുന്ന് നോക്കുന്നത് ഇറാൻ എത്രത്തോളം പ്രാധാന്യത്തോടെ ക്ലോക്കിനെ നോക്കിക്കാണുന്നു എന്നത് മനസ്സിലാക്കി തന്നെയാണ്.